Hello friends, my name is Study Krishna S. I come from Trivandrum. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജ്യോതിസ് പബ്ലിക് സ്കൂൾ പഞ്ഞാറമൂട്. ഞാൻ ഇന്ന് പറയുന്നത് ജെ.ടി.എച്ചിൻ്റെ ക്ലാസ്സിനെ പറ്റിയാണ്. ഞാൻ ജെ.ടി.എച്ചിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് മാസങ്ങളായതേ ഉള്ളൂ. കഴിഞ്ഞ മെയ്യിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 2025 ടൈമിലായിരുന്നു. ഞാൻ ഈ ജെ.ടി.എച്ചിൻ്റെ വിവരങ്ങളെല്ലാം എനിക്ക് കിട്ടിയ എൻ്റെ കസിൻ വഴിയാണ്. ആൾ ജെ.ടി.എച്ചിൻ്റെ നവോദയ സ്റ്റുഡൻ്റാണ്. ഞാൻ ജെ.ടി.എച്ചിനെ കേട്ടപ്പോൾ എനിക്കതൊന്നും വിശ്വാസമല്ലായിരുന്നു. ജെ.ടി.എച്ച് വഴക്ക് പറയില്ല, പഠിക്കാൻ പറയില്ല, ഇതൊന്നും എനിക്ക് വിശ്വാസമേ വരുന്നില്ലായിരുന്നു. കാരണം ഒട്ടുമിക്ക എല്ലാ ക്ലാസ്സിലും തുടങ്ങും ഞങ്ങൾ വഴക്ക് പറയില്ല, ഇവിടെ പഠിത്തമില്ല, ഇത് പറഞ്ഞിട്ടാണ് മിക്ക ക്ലാസ്സും തുടങ്ങുന്നത്. അവിടെ ഞാൻ ഇത് ഒരു ട്രാപ്പായിരിക്കുമോ. ബട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, വഴക്ക് പറയോ. ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ പഠിക്കില്ലായിരുന്നു. ഞാൻ 3rd സ്റ്റാൻഡേർഡിലൊക്കെ നല്ലപോലെ മാർക്ക് വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ബട്ട് എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ആയപ്പോൾ എല്ലാം ഞാൻ പുറകിലോട്ടായിപ്പോയി. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം സ്കൂളിലെ ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനും പെറ്റായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്കത് എല്ലാം കിട്ടാതിരുന്നപ്പോൾ ഒരു വിഷമം അത് ആർക്കായാലും വരുമല്ലോ. അപ്പോൾ ജെ.ടി.എച്ചിൻ്റെ ക്ലാസ് തുടങ്ങി കയറി കുറേ മൈൻഡിലൊക്കെ ഫുള്ളായി ജെ.ടി.എച്ചിന്. പിന്നെ അത് തുടങ്ങി കയറിയ സമയത്ത് പഠിക്കേണ്ട ഇവിടെ കളിയുള്ള അത് ഞാൻ എപ്പോഴും കേൾക്കുന്നതന്നെ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സൈനിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സൈനിക്കിലാണ് ടീച്ചർ വർക്കിട്ട് തുടങ്ങിയത്. ഞാൻ G5 ബാച്ചായിരുന്നു. സൈനിക്കിൽ നവോദയ G8. അതിൽ വർക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് തുടങ്ങി. ഫസ്റ്റ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ജെ.ടി.എച്ച് മെസ്സേജ് ഇട്ടിട്ട് മെൻ്റൽ ട്രിക്സ് അങ്ങനെ കുറേ വർക്കുണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങി കുറച്ച് പിന്നെ ഞങ്ങൾക്ക് പറയും. പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റായി. വർക്കൊക്കെ ഇല്ലാത്തതും ഞാൻ വിളിച്ച് പറയായിരുന്നു, ജെ.ടി.എച്ചിൻ്റെ ഇന്ന് വർക്കൊന്നുമില്ല, ക്ലാസ്സില്ല എന്നൊക്കെ വിളിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഇതിൽ ഫുള്ള് കിട്ടുന്നവരെ പേര് വിന്നേഴ്സ്, ഇവരെ പേര് ഇതിൽ എന്ത് ഗെയിമാണെന്ന് കിട്ടിയിട്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ, ആ പേര് എൻ്റെ പേരും അതിൽ വരണം. അപ്പോൾ പിന്നെ ഇത് പഠിക്കണ്ട. പിന്നെ ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ജെ.ടി.എച്ച് പറഞ്ഞു, നിങ്ങൾ പഠിക്കണ മക്കളെ, ഇത് വെറുതെ എന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ അങ്ങനെ കുറേ കാര്യം എനിക്ക് പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ ആൻസേഴ്സ് പറയാൻ തുടങ്ങി. ഞാൻ ഈ വർഷമാണ് ഞാൻ ജ്യോതിസ് പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്തത്. എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിട്ട് ഞാൻ ജെ.ടി.എച്ചിന് ബിഗ് താങ്ക് യു പറയുന്നു. പിന്നെ എനിക്ക് കുറച്ച് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ സ്കൂളിലായാലും ജെ.ടി.എച്ചിൻ്റെ എല്ലാവരും മുമ്പിൽ വെച്ച് പറയുമ്പോൾ നമുക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കിട്ടും. ആ ഒരു ഇത് പറയാൻ വേണ്ടിയും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിലല്ലാതെ വെളിയിൽ പോയി മത്സരിക്കുന്നത് ഇതൊക്കെ ടീച്ചറെ അയച്ചു കൊടുത്ത് ട്രോഫി മെഡൽ കിട്ടിയാൽ നമുക്ക് പോസ്റ്ററായിട്ട് ഇടും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ജെ.ടി.എച്ചിൻ്റെ ക്ലാസ് നല്ലതല്ല, എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻസേഴ്സിലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കണ്ണിലോട്ട് ആൻസേഴ്സ് വരും. ഇപ്പോൾ എൻ്റെ നവോദയയുടെ എക്സാം കഴിഞ്ഞു, സൈനിക്കിൻ്റെ എക്സാം വരാൻ പോകുന്നതേ ഉള്ളൂ. താങ്ക് യു.